ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പി എന്താണ് തന്നോട് പറയാനായിട്ട് ആ വാഷ്റൂമിൽ എഴുതി വെച്ചിരിക്കുന്നതായി അറിയാൻ സത്യ വേഗം തന്നെ വാഷ്റൂമിന് അരികിലേക്ക് എത്തി. എന്തായിരിക്കും എന്ന് അവിടുത്തെ ആ ഡോർ തുറന്ന് സത്യ നോക്കുമ്പോ വീട്ടിലേക്ക് വരണം, സംസാരിക്കണം എന്നതായിരുന്നു അതിൽ പപ്പി എഴുതി വെച്ചിരുന്നത്. അത് കണ്ടതോടെ സത്യ എന്തോ കാര്യം പറയാനുണ്ടല്ലോ, ഇതായിരുന്നോ പപ്പി എന്നോട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ആലോചിച്ച് എന്തായാലും ഇതിനി ഇവിടെ ഇടണ്ട, ആരെങ്കിലും വന്ന് കണ്ടാലോ എന്നാലോചിച്ച് പപ്പി അത് എഴുതിയത് മുഴുവനും സത്യ മായ്ച്ചു കളയുന്നു. അതിനുശേഷം തിരിച്ച് ക്ലാസ് റൂമിൽ വന്നിരിക്കുമ്പോൾ ടീച്ചർ ബാക്കി ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് സത്യ അവിടെ ക്ലാസ് റൂമിലേക്ക് തിരികെ വരുമ്പോൾ സത്യ അത് കണ്ടോ വായിച്ചോ എന്നറിയാനായി ആകാംക്ഷയോടെ പപ്പി സത്യയെ നോക്കി. അപ്പോഴേക്കും സത്യക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് പപ്പിയെ നോക്കി സത്യ ഞാൻ കണ്ടു എന്നും ഓക്കെ ആണ് എന്നും സത്യ പപ്പിയെ കൈ ഉയർത്തി കാട്ടി. അത് കണ്ടതോടെ സത്യ എങ്ങനെ കാണിച്ചതോടെ പപ്പിക്ക് വളരെ സന്തോഷമാകുന്നു. അതിനുശേഷം പപ്പിയും സത്യയും മറ്റ് കുട്ടികളോടൊപ്പം ടീച്ചർ പഠിപ്പിക്കുന്ന ആ പാഠം പഠിച്ചുകൊണ്ട് ക്ലാസ്സിൽ തന്നെ ഇരുന്നു. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തി കഴിയുമ്പോൾ സത്യാമ്മ എന്ത് ചെയ്യുകയാണ് എന്ന് പപ്പിയെ ശ്രദ്ധിച്ചു. സത്യാമ്മ ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ പപ്പിക്ക് ആകെ ടെൻഷനായി. അല്ല, സത്യാമ്മ ഹാളിൽ തന്നെ ഇരിക്കുകയാണല്ലോ, ഇനി പപ്പി ഇവിടേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്, അപ്പോ സത്യ ഇവിടേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്, ഇനി സത്യ വരുമ്പോ സത്യാമ്മ കണ്ടാലോ എന്ന് ആലോചിച്ച് പപ്പി ആകെ ടെൻഷനിലായി. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ സത്യയുടെ വിവരം പറയുക എന്നാലോചിച്ച് പപ്പി ടെൻഷൻ അടിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുറത്തു പോയ പിള്ള അവിടേക്ക് മടങ്ങിയെത്തി. പിള്ളയെ കണ്ടതും സത്യാമ്മ പിള്ളയെ വിളിച്ചു. എടോ പിള്ളേ, അയാളെ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോടോ എന്ന് ചോദിച്ചപ്പോ പിള്ളച്ചൻ പറഞ്ഞു, അതെ സത്യാമ്മേ, അയാൾ ഇതുവരെയായിട്ടും വന്നില്ല, വിളിച്ചതുമില്ല. അപ്പോഴാണ് സത്യഭാമ ഒട്ടും താല്പര്യമില്ലാതെ ചോദിക്കുന്നത്, അതെ ഇനിയും സമയം മുന്നോട്ട് പോയാലേ രാഹുകാലമൊക്കെ ആകും, ഇതിനൊക്കെ ഒരു നല്ല കാര്യത്തിന് അതിൻ്റെതായ നേരവും കാലമൊക്കെ ഇല്ലേ, ഇയാൾ ഇതെന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് എന്ന് പറയുന്ന ആകെ പരിഭവത്തോടെ നിൽക്കുമ്പോ പപ്പി ആലോചിച്ചു, അല്ല സത്യാമ്മയും അവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ചിലപ്പോ സത്യാമ്മ ശ്രദ്ധിക്കില്ലായിരിക്കും, ഞാൻ താഴെ മുറ്റത്തേക്ക് ഇറങ്ങി പോയാലോ എന്നാലോചിച്ച് പപ്പി വേഗം തന്നെ സത്യയുടെ അരികിലേക്ക് സത്യ വരുമ്പോ തന്നെ കാണുന്നതിന് വേണ്ടി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോകാനായി പപ്പി ഇറങ്ങി വരുമ്പോ ആ കാഴ്ച സത്യഭാമ കാണാനിടയായി. വേഗം തന്നെ സത്യഭാമ വിളിച്ചു, പപ്പി എവിടേക്കാ എന്ന് ചോദിച്ചതും സത്യഭാമയുടെ ആ ചോദ്യം കേട്ട് പപ്പി ആകെ വെപ്രാളത്തോടെ സത്യാമ്മയോട് പറഞ്ഞു. അത് പിന്നെ സത്യാമ്മയെ കളിക്കാൻ പോവാ എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു, പുറത്തെന്ത് കളിക്കാൻ എന്ന് ചോദിച്ചു. അതെ, പുറത്തിറങ്ങി മണ്ണിലും ചെളിയിലുള്ള കളിയൊന്നും വേണ്ട എന്ന് സത്യഭാമ പപ്പിയോട് പറഞ്ഞു. അത് കേട്ട് അതെ അകത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ, ആ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചാൽ മതി എന്ന് പപ്പിയോട് ദേഷ്യത്തോടെ സത്യഭാമ പറഞ്ഞു. അത് കേട്ടതും സത്യഭാമയോട് പപ്പി പറഞ്ഞു, അത് പിന്നെ അതെല്ലാം എടുത്ത് കളിച്ച് മടുത്ത് ബോറായി സത്യാമ്മേ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പപ്പിയെ നോക്കി. എന്നിട്ട് പുഞ്ചിരിയുടെ അരികിലേക്ക് വിളിച്ചു, മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞതും പപ്പി എന്തിനായിരിക്കും തന്നെ വിളിപ്പിച്ചതെന്ന ആശങ്കയോടെ സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും സത്യഭാമ പുഞ്ചിരിച്ചുകൊണ്ട് പപ്പിയോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോ, ഇത് കൊണ്ടുപോയി കളിച്ചോ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ സത്യഭാമ പപ്പിയുടെ നേരെ നീട്ടി. അത് കണ്ടതോടെ പപ്പിക്ക് ആകെ അതിശയമായി. ഇതോ സത്യാമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അതെ ഇതിലെ നിറയെ ഗെയിംസ് ഉണ്ട്, അതിരുന്ന് കളിച്ചു, ഒത്തിരിയുണ്ട്, അതൊക്കെ കളിച്ചു നോക്കൂ, അപ്പോ ബോറടിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് സത്യഭാമ ആ മൊബൈല് പപ്പിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പപ്പി ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമയോട് പിള്ളാച്ചൻ ചോദിച്ചു, അല്ല അതേതാ സത്യാമ്മേ ആ ഫോണ്? അപ്പോ സത്യഭാമ പറഞ്ഞു, അത് എൻ്റെ പഴയ ഫോണാ പിള്ളേ, അത് പുതിയത് ഞാൻ വാങ്ങിച്ചപ്പോ ആ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തില്ല, എല്ലാ ഫങ്ഷൻസും ഉണ്ട്, കുഴപ്പമില്ലാത്ത ഫോണാ, സിം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സത്യഭാമ പറയുമ്പോൾ മുകളിലേക്ക് കയറിപ്പോയ പപ്പി, ആഹാ ഫോൺ കിട്ടിയല്ലോ, അപ്പോൾ ഈ ഫോണിൽ നിന്ന് സത്യയെ വിളിക്കാം, ഇത് മതി എന്ന് ആലോചിച്ച് പപ്പി മുകളിലേക്ക് കയറുമ്പോഴാണ് സത്യഭാമയുടെ പിള്ളാച്ചനോട് ചോദിച്ചതും ആ ഫോണിനകത്ത് സിമ്മില്ല എന്നുള്ള കാര്യം സത്യഭാമ പറഞ്ഞത് പപ്പി കേട്ടു. അല്ല സിമ്മില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഞാനെങ്ങനെ വിളിക്കുക എന്ന് പപ്പി ആകെ നിരാശയോടെ ആലോചിച്ചു. അപ്പോഴേക്കും എന്തായാലും എന്തെങ്കിലും വഴി കാണണല്ലോ, പപ്പി ഇവിടേക്ക് സത്യ വരുമ്പോ ആരും സത്യയെ കാണലല്ലോ എന്നാലോചിച്ച് എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് പപ്പി വേഗം മുകളിലേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് പപ്പി മുകളിലേക്ക് പോകുമ്പോൾ സത്യഭാമയും പിള്ളേച്ചനും
അവിടേക്ക് വിജയകുമാർ വന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തുനിന്നു. അല്പസമയം കഴിഞ്ഞപ്പോ അവിടേക്ക് വിജയകുമാർ എത്തി. വിജയകുമാറിനെ കണ്ടത് സത്യഭാമയോട് പിള്ളാച്ചൻ പറഞ്ഞു, ദാ സത്യാമ്മേ, അയാൾ വന്നല്ലോ. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ആ ഇയാൾ എത്തിയോ? എത്ര നേരമായി ഇയാളെ കാത്തിരിക്കുന്നു എന്ന് സത്യാമ്മ ആ വിജയകുമാറിനോട് അന്വേഷിച്ചു. അത് കേട്ടപ്പോഴേക്കും വിജയകുമാർ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, ഞാൻ ഇവിടേക്ക് വരാനായി ആലോചിച്ച് ഇറങ്ങിയപ്പോ അവിടെ ചില പ്രശ്നങ്ങൾ, അതാണ് വരാൻ അല്പം വൈകിയത്. പിന്നെ വേറൊന്നുമല്ല, ഇവിടേക്ക് അവർ വരുന്നതിൽ അവർക്ക് വിഷമമൊന്നും തന്നെയില്ല. നാളെ ഒരു 10-10:30 ആകുമ്പോൾ അവരിങ്ങ് എത്തിക്കോളും എന്ന് അറിയിച്ചു. അത് കേട്ടപ്പോൾ സത്യഭാമ ചോദിച്ചു, അല്ല ആരൊക്കെയാ വിജയകുമാറെ ഇവിടേക്ക് വരുന്നത് എന്ന് അന്വേഷിച്ചപ്പോ അത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രം, വേറെ ആരും വരുന്നില്ല സത്യാമ്മേ. അല്ല, അധികം ബന്ധുക്കൾ വേണ്ടല്ലോ, അധികം ബന്ധുക്കൾ കൂടിയാൽ തന്നെ അത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് അവരുടെ ചിന്താഗതി. അത് കേട്ടപ്പോൾ സത്യഭാമ പറഞ്ഞു, അതെന്തായാലും നല്ല കാര്യം തന്നെ, അധികം ആളുകൾ കൂടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ആള് കൂടിയാൽ അത്രയും കുറ്റം പറച്ചിൽ കൂടും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതും വിജയകുമാർ പറഞ്ഞു, അത് ശരിയാ സത്യാമ്മേ, ഇന്നത്തെ കാലത്ത് ബന്ധുക്കൾ തന്നെയാണ് ശരിക്കും ഓരോ വിവാഹം മുടക്കുന്നതും ഓരോ കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ അധികം ബന്ധുക്കളെ ആരെയും ഇത്തരം ചടങ്ങുകളിൽ ഉൾക്കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിജയകുമാറും സംസാരിച്ചു. അത് കേട്ടുകൊണ്ട് സത്യഭാമ ശരിയാ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അവര് വിവാഹ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സത്യ എത്തി. സത്യ ആ വീടിന് മുന്നിലേക്ക് എത്തിയതും സത്യ ആലോചിച്ചു, അയ്യോ, ഞാനെങ്ങനെയാ അകത്തേക്ക് കയറി പോകുന്നത്? സത്യാമ്മ എങ്ങാനും കണ്ടാൽ അത് പ്രശ്നമാവില്ലേ? ഇനി എന്താ ഒരു വഴി? ഞാനെങ്ങനെയാ പപ്പിയോട് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം പറയുക? പപ്പിയോട് പപ്പി പറഞ്ഞത് സംസാരിക്കണമെന്നുമാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്നാലോചിച്ച് പപ്പി വേഗം പിന്നാമ്പുറം വഴി വല്ലതും കയറാൻ കഴിയുമോ എന്നറിയാനായി അവിടുന്ന് പുറകിലേക്ക് പോകുന്നു. ഈ സമയത്ത് സത്യഭാമ വിജയകുമാറിനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. അല്ല വിജയകുമാറെ, അവര് ഇവിടേക്ക് വരുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിജയകുമാർ പറഞ്ഞു, അല്ല സത്യാമ്മേ, ഒരു പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞതും അത് സത്യാമ്മയോട് പറഞ്ഞാൽ പ്രശ്നമാവുമോ? അതാണ് ഞാൻ ഈ തൽക്കാലം അത് പറയണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, എടോ, ഒരു വിവാഹക്കാരിയൊക്കെ ആകുമ്പോൾ പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കണം. എന്താ അവരുടെ പ്രശ്നം പറഞ്ഞോ എന്ന് പറയുമ്പോൾ സത്യഭാമയോട് ഉടനെ വിജയകുമാർ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല സത്യാമ്മേ, അവര് സാധാരണ നാട്ടുനടപ്പ് അനുസരിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് ചെറുക്കൻ കൂട്ടരല്ലേ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ വന്ന് കാണുകയല്ലേ ചെയ്യുന്നത്. അതിന് വിപരീതമായിട്ട് ഇവിടേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവിടെ ശിവൻകുട്ടി സാറിന്റെ ഒരാശങ്ക എന്ന് പറഞ്ഞു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, അതെ വിജയകുമാറെ, ഈ സത്യഭാമ അങ്ങനെ ആരുടെയും മുന്നിൽ തല കുനിക്കാറില്ല എന്ന് അറിയാവല്ലോ. ഈ സത്യഭാമ അങ്ങനെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് ശീലമില്ലാത്ത ആളാണെന്ന് വിജയകുമാറിന് അറിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഇനി ഇക്കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. ഈ ആദ്യം തന്നെ ബന്ധുക്കളാകാൻ പോകുന്നവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് എന്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ബന്ധുക്കളായിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരബദ്ധമാണ് ഇതിനു മുമ്പ് സംഭവിച്ചത്. സ്വന്തം നിലയും വിലയും അറിയാത്തവരുമായി ബന്ധം കൂടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇനി ഒരു തെറ്റ് അതുപോലെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയകുമാറെ, ഈ വിവാഹം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഈ ആലോചന എന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ പറഞ്ഞു, അയ്യോ സത്യാമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എല്ലാം തുറന്നു പറയണല്ലോ എന്ന് വെച്ചപ്പോ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അങ്ങനെ വിജയകുമാർ സത്യഭാമയുടെ വാക്ക് കേട്ട് ടെൻഷനോടെ ആ വിവാഹം മുടക്കല്ലേ എന്നുള്ള ആശങ്കയിൽ സത്യഭാമയെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് സത്യഭാമയുടെ ആ ചിന്താഗതി മാറ്റിയെടുക്കാനുള്ള ശ്രമം വിജയകുമാർ നടത്തുമ്പോൾ പപ്പി സത്യാമ്മയുടെ വീടിന്റെ പിന്നാമ്പുറം വഴി വേഗം മുകളിലേക്ക് കയറി വന്നു. അങ്ങനെ ആ ടെറസിലേക്ക് കയറി വരുന്ന സമയത്ത് അപ്പുറത്തെ ബാൽക്കണിയിൽ നിൽക്കുന്ന പപ്പിയെയും സത്യ കാണാനിടയായി. ഉടനെ പപ്പി എന്ന് സത്യ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. ആ വിളി കേട്ടതും സത്യ വേഗം സത്യയുടെ ശബ്ദം കേട്ടതും വേഗം പിന്തിരിഞ്ഞു നോക്കി. ആഹാ, സത്യയെ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും സത്യ ചോദിച്ചു, അല്ല എന്താ നീ വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ശബ്ദം താഴ്ത്തി മറ്റാരെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോ എന്താ ചെയ്യുക, ഇവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് സത്യ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, അവിടെ സത്യാമ്മയുണ്ട്, താഴേക്ക് വരാൻ പറ്റില്ല എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സത്യ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു.
എന്താ കാര്യമെന്ന് ആലോചിച്ച് അങ്ങനെ സത്യ നിൽക്കുമ്പോഴാണ് ബാൽക്കണിയിൽ അപ്പുറത്തായിട്ട് ഒരു തീപ്പെട്ടി കിടക്കുന്നത് കണ്ടത്. കുറച്ച് മാറി ഒരു നീളമുള്ള ഒരു നാരും ഒരു നൂലും കിടക്കുന്നത് കണ്ടു. ഇത് കണ്ടതോടെ സത്യ പറഞ്ഞു, ആ പപ്പി ഒരു വഴിയുണ്ട്. അത് കേട്ടതും പപ്പി ചോദിച്ചു, എന്താ സത്യയെ? കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ ഉണ്ട്, നീ എവിടെ നിൽക്ക, ഞാൻ പറയാം എന്ന് പറഞ്ഞ് സത്യ വേഗം തൻ്റെ കയ്യിലിരുന്ന ആ തീപ്പെട്ടിയിലെ ആ 2 തീപ്പെട്ടികളും പപ്പിയെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കല്ലേ, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിയുടെ കയ്യിലേക്ക് ആ തീപ്പെട്ടി കാണിച്ചിട്ട് സത്യ അതുകൊണ്ട് ഒരു തീപ്പെട്ടി ഫോൺ ഉണ്ടാക്കാനായി ശ്രമിച്ചു. അത് കണ്ടതും പപ്പിക്ക് വലിയ സന്തോഷമായി. ഹായ് തീപ്പെട്ടി ഫോൺ എന്ന് പറഞ്ഞ് പപ്പി സത്യ വേഗം ആ ഫോൺ ഉണ്ടാക്കി തരുന്നതിനായി കാത്തുനിന്നു. അങ്ങനെ സത്യ വേഗം തന്നെ ആ തീപ്പെട്ടി ഫോൺ റെഡിയാക്കുകയും അതിലൊന്ന് പപ്പിയുടെ പപ്പി നിൽക്കുന്ന ആ ബാൽക്കണിയിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ പപ്പിയും സത്യയും ആ തീപ്പെട്ടി ഫോണിലൂടെ സംസാരിക്കാൻ റെഡിയായി. ഉടനെ പപ്പി അതെടുത്തിടും സത്യ ചോദിച്ചു, എന്താ പപ്പി, കേൾക്കാവോ എന്ന് ചോദിച്ചപ്പോ സത്യ പപ്പിയോട് പറഞ്ഞു, പപ്പി വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കേൾക്കാം സത്യ, നന്നായി കേൾക്കാം. പപ്പിയോ, എന്നാ നീ കാര്യം പറ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അത് കേട്ടതും എന്താ കാണണമെന്ന് പറഞ്ഞത് എന്ന് സത്യ അന്വേഷിച്ചപ്പോ പപ്പി പറഞ്ഞു, അതെ അത് സത്യയെ വേറൊന്നുമല്ല, വിഷ്ണു അച്ഛൻ്റെ വിവാഹം നടത്താൻ സത്യാമ്മ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പപ്പിയോട് സത്യ ചോദിച്ചു, അല്ല ആ വിവാഹം നമ്മൾ മുടക്കിയതല്ലേ, പിന്നെ ഏതാ എന്ന് ചോദിച്ചപ്പോ സത്യയോട് വീണ്ടും പപ്പി പറഞ്ഞു, അതെ ഇത് വേറൊരു ആലോചനയാ, പുതിയൊരു ആലോചനയാ ഇപ്പോൾ സത്യാമ്മ നോക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുറച്ചു നേരത്തേക്ക് സത്യ ആലോചിച്ചു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, സത്യയെ എന്താ ഒരു വഴി, എന്താ ചെയ്യുക, ഇപ്പോ വിഷ്ണു അച്ഛൻ ആകെ വിഷമത്തിലാ എന്നൊക്കെ സത്യയോട് പപ്പി അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം പപ്പി പറഞ്ഞു, സത്യ പറഞ്ഞു, ഒരു വഴിയുണ്ട്, നീ ആദ്യം ആ ആന്റിയുടെ ഒരു ഫോട്ടോ കൊണ്ടുവരാവോ, സംഘടിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോ സത്യയോട് പപ്പി ചോദിച്ചു, ഫോട്ടോയോ, ഏത് ആന്റിയുടെ എന്ന് അന്വേഷിച്ചു. അത് കേട്ടപ്പോ സത്യ പറഞ്ഞു, അതെ വിഷ്ണു അച്ഛന് ബിഗ് ഫ്രണ്ടിനെ ആലോചിച്ചില്ലേ, ആ ആന്റിയുടെ ഫോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും സത്യയോട് പപ്പി പറഞ്ഞു, ആ ഫോട്ടോ സത്യാമ്മയുടെ കയ്യിലുണ്ട്, എന്നാ നീ അത് എടുത്തോണ്ട് വരുവോ എന്ന് സത്യ അന്വേഷിച്ചു. നോക്കാം, അല്ല എന്നിട്ട് എന്തിനാ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ആദ്യം നീ ഫോട്ടോ എടുത്തോണ്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ഉടനെ സത്യാമ്മയുടെ റൂമിൽ ചെന്ന് നോക്കണം എന്ന് പപ്പി പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, നീ വേഗം ചെന്ന് എടുത്തിട്ട് വാ, ഞാൻ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം, നിനക്കും പിന്നാമ്പുറം വഴി പുറത്തേക്ക് ഇറങ്ങി വരാമല്ലോ എന്ന്, എനിക്കും അതുവഴി പോകാമല്ലോ എന്ന് സത്യ പപ്പിയോട് പറഞ്ഞത്. പപ്പി പറഞ്ഞു, അത് ശരിയാണല്ലോ, ഞാൻ അതുവഴി വരാം, എന്നാ ശരി നീ വെച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ തീപ്പെട്ടി ഫോൺ അവിടേക്ക് ഇട്ടിട്ട് സത്യ വന്ന ആ വഴിയും പപ്പി താൻ നിന്ന് അതുവഴിയും അകത്തേക്കും കയറിപ്പോയി. പിന്നീട് സത്യഭാമയും പപ്പിയും സംസാരിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ആ വഴി ഇറങ്ങുമ്പോഴാണ് വിജയകുമാറിനോട് സത്യഭാമ ഇന്ന് ഈ ആലോചന വേണ്ട എന്ന് അറിയിച്ചത്. അപ്പോഴാണ് വിജയകുമാർ പറഞ്ഞത്, കാര്യം ഈ ശിവൻകുട്ടി സാർ എന്ന് പറഞ്ഞ ഈ കളരിക്കൽ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ പേര് കേട്ട കുടുംബം ആണെങ്കിൽ പോലും ഈ ശിവൻകുട്ടി സാർ എന്നൊക്കെ പറഞ്ഞാലേ ഒരു പഴഞ്ചൻ സ്വഭാവക്കാരനാണ്, ഒരു പഴഞ്ചനായിട്ടുള്ള ആളാ. അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ ആ ചിന്താഗതിയൊന്നും ആ ശിവൻകുട്ടി സാറിനില്ല. പക്ഷേ മകള് അങ്ങനെയല്ല സത്യാമ്മേ, ഇങ്ങനെ ഒരു കാര്യം ശിവൻകുട്ടി സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ മകൾ എന്താ പറഞ്ഞതെന്ന് സത്യാമ്മയ്ക്ക് അറിയാവോ? ഇത് ഇങ്ങനെ ഒരു വിവാഹാലോചന അത് പെണ്ണിന്റെ വീട്ടിലൊന്നല്ല ആണിന്റെ വീട്ടിൽ വെച്ച് നടന്നാലും ഇപ്പോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പരസ്പരമുള്ള താല്പര്യം, രണ്ടുപേരും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ അത് മാത്രമാണ് എല്ലായിടത്തും നോക്കുന്നത്. അല്ലാതെ ആരുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നാലൊന്നും അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത് മാത്രമല്ല സത്യാമ്മേ, ആ പെൺകുട്ടി പറയുന്നത് സത്യാമ്മയുടെ മരുമകളായി ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ആ കുട്ടിയുടെ മഹാഭാഗ്യമാണെന്നാണ് ആ കുട്ടി പറയുന്നത്. സത്യാമ്മ ആ പെൺകുട്ടിക്ക് വലിയൊരു റോൾ മോഡൽ തന്നെയാണെന്ന്, സത്യാമ്മയെ അത്രയ്ക്ക് ഇഷ്ടവുമാണ് ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞ് വിജയകുമാർ സത്യഭാമയെയും ആ പെൺകുട്ടിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ സത്യാമ്മയുടെ മനസ്സിൽ ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു ധാരണ, ഒരു താല്പര്യം തോന്നത്തക്ക രീതിയിൽ സത്യാമ്മയോട് വിജയകുമാർ വിശദമായി ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ സത്യഭാമയ്ക്കും ഒത്തിരി സന്തോഷമായി.
സത്യാമ്മ പറഞ്ഞു, ആ എന്തായാലും പണ്ടത്തെ കാലത്തെ പെൺകുട്ടികളല്ലല്ലോ ഇപ്പോ ഉള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തായാലും ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് സത്യഭാമ അറിയിച്ചു. വിജയകുമാർ അപ്പോഴേക്കും മനസ്സിൽ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടെ സത്യാമ്മേ, ഞാൻ പറഞ്ഞത് സത്യാമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തായാലും കുറെ വിവാഹങ്ങൾ ഞാൻ നടത്തിയതല്ലേ, അപ്പോ ആലോചനകൾ നടത്തി എനിക്ക് അറിഞ്ഞൂടെ ഓരോരുത്തരെയും മനസ്സിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എന്നൊക്കെ വിജയകുമാർ മനസ്സിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സത്യാമ്മേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടക്കുന്നത് സത്യത്തിൽ എവിടെ വെച്ചാണ്? പെണ്ണുകാണൽ ചടങ്ങ് കൂടുതലും സംഭവിക്കാറുള്ളത് ഏതെങ്കിലും കോളേജ് ക്യാമ്പസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടയിലോ മറ്റോ. മാത്രമല്ല ഇന്ന് അങ്ങനെ പാഴാക്കാൻ സമയവുമില്ലാത്തത് കൊണ്ട് പലരുടെയും ഇതുപോലെയുള്ള പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നത് ബസ് സ്റ്റോപ്പുകളിൽ വെച്ച് പോലുമാണ്. അതാണ് ഇന്നത്തെ കാലം അല്ലെ സത്യാമ്മേ എന്ന് പറയുമ്പോൾ സത്യഭാമ ചിരിച്ചുകൊണ്ട് അതേ വിജയകുമാറെ എന്ന് സമ്മതിച്ചു. അപ്പോഴാണ് പപ്പി താഴേക്ക് ഇറങ്ങി വന്നത്. പപ്പി സത്യഭാമയുടെ റൂം ലക്ഷ്യം വെച്ച് പോകുന്നത് കണ്ടതോടെ സത്യഭാമ പപ്പിയെ വിളിച്ചു. പപ്പി എങ്ങോട്ടാ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പപ്പി പറഞ്ഞു, സത്യാമ്മയുടെ ഫോൺ വയ്ക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ചിരിച്ചിട്ട് പറഞ്ഞു, ശരി എന്നാ കൊണ്ട് വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞു. ശരി സത്യാമ്മേ എന്ന് പറഞ്ഞ് ആ ഫോണുമായിട്ട് പപ്പി വേഗം സത്യഭാമയുടെ റൂമിലേക്ക് ചെന്നു. അവിടേക്ക് വന്നത് ഫോൺ അവിടെ വെച്ചിട്ട് പപ്പി വേഗം ആ ഫോട്ടോ എവിടെയായിരിക്കും എന്ന് ആലോചിച്ച് ആശങ്കയോടെ നോക്കി. അനി അച്ഛമ്മ എവിടെയായിരിക്കും ആ ഫോട്ടോ വെച്ചിട്ടുണ്ടാവുക? ഇനി വല്ലോ ഈ ഡ്രോയ്ക്കകത്തും ആയിരിക്കോ എന്ന് ആലോചിച്ച് പപ്പി വേഗം സത്യഭാമയുടെ റൂമിലിരിക്കുന്ന ആ ഡ്രോ തുറന്നു നോക്കി. ആ ഡ്രോ മേശയ്ക്കകത്ത് മധുശ്രീ എന്ന് പറയുന്ന വിഷ്ണുവിന് വേണ്ടി ആലോചിച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോ പപ്പി കണ്ടു. അത് കണ്ടതും പപ്പി ആലോചിച്ചു, ഓ അപ്പോൾ നിങ്ങളാണല്ലേ എൻ്റെ ചേച്ചിയമ്മയ്ക്ക് പകരം വരാൻ പോകുന്നത് അല്ലേ, ശരിയാക്കി തരാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പി വേഗം ആ ഫോട്ടോ കൈക്കലാക്കി. ഇത് ഇങ്ങനെ പിടിക്കാം എന്നാലോചിച്ച് പപ്പി ആ ഫോട്ടോ പതുക്കെ തൻ്റെ ഉടുപ്പിന് സൈഡിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് ആ ഫോട്ടോയും എടുത്തുകൊണ്ട് പതുക്കെ പുറത്തേക്ക് നടന്നു വന്നു. സത്യാമ്മയെ ശ്രദ്ധിക്കാതെ വേഗം കിച്ചണിലേക്ക് പപ്പി പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ വിളിച്ചു, പപ്പി എങ്ങോട്ടാ, എവിടെ പോവാ എന്ന് ചോദിച്ചു. ഉടനെ പപ്പി പറഞ്ഞു, സത്യാമ്മയെ വെള്ളം കുടിക്കാൻ പോവാ കിച്ചണിലേക്ക് എന്ന് പറഞ്ഞത്. ശരി കൊയ്ക്കോ എന്ന് സത്യാമ്മ വളരെ സന്തോഷത്തോടെ പപ്പിയോട് പൊയ്ക്കോളാനായി പറഞ്ഞു. സത്യാമ്മ അങ്ങനെ പറഞ്ഞ് വീണ്ടും വിജയകുമാറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പി ആ ഫോട്ടോയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ കിച്ചണിന്റെ സൈഡിലൂടെ പപ്പി പുറത്തേക്ക് വരുമ്പോൾ സത്യ പപ്പിയെ കാണുന്നതിന് വേണ്ടി പതുക്കെ മുറ്റത്തൂടെ നടന്ന് ആ വാതിൽ വഴി അവിടേക്ക് എത്തി. ഫ്രണ്ട് ഗേറ്റ് കടന്ന് പതുക്കെ മുറ്റത്തേക്ക് എത്തുമ്പോൾ സത്യ ആവശ്യപ്പെട്ടതുപോലെ പപ്പി ആ ഫോട്ടോയുമായിട്ട് വേഗം സത്യയുടെ അരികിലേക്ക് എത്തി. സത്യ അവിടെയുള്ള ആ കുറ്റിച്ചെടിയുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് സത്യ വിളിച്ചു, പപ്പി. അപ്പോഴേക്കും ആ ഗാർഡന്റെ സൈഡിൽ ഒളിച്ചു വെക്കുന്ന സത്യയെ കണ്ടതും പപ്പി വേഗം തന്നെ സത്യയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് ഇതാണ് ആ ഫോട്ടോ എന്ന് പറഞ്ഞ് സത്യയുടെ കയ്യിലേക്ക് ആ ഫോട്ടോ കൊടുത്തു. ഓ ഈ ആന്റിയാണോ ബിഗ് ഫ്രണ്ടിന് വേണ്ടി ആലോചിച്ചത് എന്ന് സത്യ അന്വേഷിച്ചു. അതെ എന്ന് പറഞ്ഞതും ഓ ആള് ശരിയല്ലല്ലോ എന്ന് പപ്പി തൻ്റെ കയ്യിൽ തന്ന ഫോട്ടോ നോക്കി സത്യ പറഞ്ഞു. അത് കേട്ടപ്പോ പപ്പി ചോദിച്ചു, അല്ല അതെങ്ങനെ അറിയാം സത്യക്ക്? അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതൊക്കെ അറിയാം. അല്ല ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇനിയിപ്പോ എങ്ങനെയാ നമ്മൾ ഈ വിവാഹം മുടക്കുക എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, എന്തായാലും ഞാൻ ഈ ഫോട്ടോ കൊണ്ടുപോകാം, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് സത്യ പറഞ്ഞു. അതെന്തിനാ എന്ന് പപ്പി അന്വേഷിച്ചപ്പോ സത്യ പറഞ്ഞു, ഞാനിതേ അമ്മയൊന്ന് കാണിക്കാം, അമ്മയ്ക്ക് ഈ ആന്റി അറിയുമോ എന്ന് അറിയാവല്ലോ എന്ന് ചോദിച്ചു. പപ്പി പറഞ്ഞു, ഓ അത് ശരിയാ, എന്തായാലും സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലേ, അപ്പോ ഈ കണ്ട് പരിചയം ഉണ്ടോന്ന് അറിയാവല്ലോ, എങ്ങനെയെങ്കിലും അറിയുമെങ്കിൽ അതും നമുക്ക് ഉപകാരമാണല്ലോ എന്ന രീതിയിൽ സത്യയോട് പപ്പി അറിയിച്ചു. അല്ല ഇനിയിപ്പോ വിഷ്ണുവച്ചന്റെ വിവാഹം മുടക്കാൻ പോകുമെന്ന് പറയുമ്പോൾ സത്യയുടെ അമ്മ വഴക്ക് പറയില്ലേ എന്ന് പപ്പി സത്യയോട് ചോദിച്ചപ്പം സത്യ പറഞ്ഞു, ഇല്ലെന്നേ, അങ്ങനെയൊന്നും അമ്മ വഴക്ക് പറയില്ല. അന്ന് നമ്മൾ അമ്മയോട് പറയാതെ പടം വരയ്ക്കാൻ പോയതിനല്ലേ, ചേച്ചിയമ്മയുടെ പടം വരയ്ക്കാൻ പോയതിനല്ലേ വഴക്ക് പറഞ്ഞത്. പക്ഷെ വിഷ്ണുവച്ചന്റെ വിവാഹം മുടക്കിയപ്പോ അന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു. എന്തായാലും ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ വിജയകുമാർ സത്യഭാമയുമായി സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. വിജയകുമാർ വരുന്നത് കണ്ടതും പപ്പി വേഗം സത്യയോട് പറഞ്ഞു, വാ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കുറ്റിച്ചെടിയുടെ പിന്നിൽ മറിഞ്ഞിരുന്നു. ഉടനെ സത്യയോട് പപ്പി പറഞ്ഞു, ദേ ആ പോകുന്ന ആളാ വിഷ്ണുവച്ചന്റെ വിവാഹം ആലോചിച്ച് വന്നത് എന്ന് പറഞ്ഞപ്പോ
സത്യ പറഞ്ഞു, ഓ ആണോ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അയാളുടെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. അത് കേട്ടപ്പോ സത്യ പറഞ്ഞതും പപ്പി ചോദിച്ചു, അല്ല എന്തിനാ നമ്മൾ അയാളുടെ പിന്നാലെ പോകുന്നത്? ഉടനെ സത്യ പറഞ്ഞു, വാന്നേ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് അയാളുടെ പിന്നാലെ പുറപ്പെട്ടു. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും ആ വിജയകുമാറിനെ പിന്തുടർന്നു വന്നു. ഈ സമയത്ത് സുസ്മിത പുറത്ത് കുറെ തവണയായി ആരെയോ കാര്യമായിട്ട് ഫോണിൽ സംസാരിക്കാനായി അവർ ഫോണിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവള് ഇത്ര പെട്ടെന്ന് ഓഫായോ, ഇത്ര രാവിലെ തന്നെ ഇവള് ഓഫായോ എന്ന് ആലോചിച്ച് സുസ്മിത ഫോൺ വിളിച്ചിട്ട് കൂട്ടുകാരി ഫോൺ എടുക്കാത്തതിന്റെ സംശയത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് അവിടേക്ക് വിജയകുമാർ എത്തിയത്. ഹലോ മാഡം, ഞാൻ പോയി സംസാരിച്ചു കേട്ടോ. നാളെ രാവിലെ 10നും 10:30ക്കും ഇടയ്ക്ക് പെൺകുട്ടി വീട്ടുകാരുമായി എത്തുമെന്നാ പറഞ്ഞേ. പെൺകുട്ടി എത്തുമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ മാഡം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആ സമയമല്ലേ, അത് ഞാൻ പറഞ്ഞോളാം, അവളെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം, ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് സുസ്മിത വിജയകുമാറിനോട് അറിയിച്ചു. അങ്ങനെ സുസ്മിത വിജയകുമാറുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ പപ്പിയും സത്യയും വിജയകുമാറും സുസ്മിതയും കൂടി സംസാരിക്കുന്ന കാഴ്ച കണ്ടത്. സുസ്മിതയെ കണ്ടതും പെട്ടെന്ന് കുട്ടികൾക്ക് ആളെ മനസ്സിലായി. അവരുടെ മനസ്സിലേക്ക് മീൻപാറയിൽ വെച്ച് അവരുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോ, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ആന്റി എന്ന ചിത്രം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അയ്യോ, ഈ ആന്റി അല്ലേ നമ്മുടെ ഫോട്ടോ, ചേച്ചിയമ്മയുടെ ഫോട്ടോ ആ കാട്ടിൽ കളഞ്ഞത്? ഈ ആന്റി കാരണമല്ലേ നമുക്ക് ഒരു ദിവസം ആ കാട്ടിൽ താമസിക്കേണ്ടി വന്നത് എന്ന് സത്യയും പപ്പിയും പരസ്പരം പറഞ്ഞു. അതേന്ന് സത്യ പറയുമ്പോ പപ്പി ചോദിച്ചു, അല്ല ഈ ആന്റി എന്തിനായിരിക്കും അയാളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, പപ്പി വാ, നമുക്ക് പോയി നോക്കാം, എന്താ അവർ സംസാരിക്കുന്നതെന്ന് അറിയാവല്ലോ, എന്താ കാര്യം എന്നറിയാവല്ലോ എന്ന് പറഞ്ഞു. ശരിയാ, നമുക്ക് നോക്കാം എന്ന് പപ്പിയും സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും ചെവി ഓർത്ത് സുസ്മിതയും ആ വിജയകുമാറും സംസാരിക്കുന്നത് എന്തെന്ന് അറിയാനായി കാതോർത്തു നിന്നു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അതെ, നാളെ വരുന്ന കാര്യമല്ലേ, അത് ഞാൻ അവളെ വിളിച്ച് ഏർപ്പാട് ചെയ്തോളാം. അവളും അവളുടെ അമ്മയും അച്ഛനും തീർച്ചയായിട്ടും കൃത്യം 10 മണിയാകുമ്പോൾ സത്യഭാമയുടെ വീട്ടിലേക്ക് അവർ വന്നിരിക്കും. അതോർത്ത് താൻ ടെൻഷനാവണ്ട എന്ന് പറഞ്ഞു. എന്നാ ശരി മേഡം എന്ന് പറഞ്ഞ് അയാൾ സുസ്മിതയുടെ യാത്ര പറഞ്ഞവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ സത്യ പപ്പിയോട് പറഞ്ഞു, അതെ പപ്പി, നമുക്കൊരു കാര്യം ചെയ്താലോ? ദാ ആ ആന്റിയുടെ കാറിൽ കയറിയിരിക്കാം, എന്നിട്ട് ആ ആന്റി പോയി വിഷ്ണു ബിഗ് ഫ്രണ്ടിന്റെ വിവാഹം ആലോചിച്ച ആ ആന്റിയെ നമുക്ക് കാണാം, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു, അയ്യോ സത്യേ, എനിക്ക് പേടിയാ, നമ്മള് അങ്ങനെ പോയെന്നറിഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞാ നമ്മളെ വഴക്കു പറയില്ലേ, അതുമല്ല ആ ആന്റി നമ്മളെ കാറിൽ കയറ്റുവോ എന്ന് സത്യയോട് പപ്പി ചോദിച്ചു. അത് കേട്ടതും പപ്പിയോട് സത്യ പറഞ്ഞു, അതെ അതൊക്കെയുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ വേലമായി വിളിച്ച് കാറിനരികിലേക്ക് പോയി. ഇത് കേറ് എന്ന് പറഞ്ഞപ്പോ സത്യയോട് പപ്പി ചോദിച്ചു, അല്ല ഇതിലിങ്ങനെ നമ്മൾ കേറുന്നത്? ഉടനെ ഇതുവഴി കയറാം, ഇത് കയറി ഇരിക്കാം എന്ന് പറഞ്ഞ് ആ ഡിക്കിയിൽ ഇരിക്കാമെന്ന് സത്യ പപ്പിയോട് അറിയിച്ചു. പപ്പി അപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഡിക്കിയിലോ, നമ്മളങ്ങനെ ഡിക്കിയിൽ ഇരിക്കും എന്ന് പപ്പി സംശയത്തോടെ സത്യയോട് ചോദിക്കുമ്പോൾ സത്യ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, അല്ല ആ ആന്റി നിന്നെ ഫ്രണ്ട് സീറ്റിലിരുത്തി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് സത്യ ദേഷ്യത്തോടെ പപ്പിയോട് സംസാരിച്ചു. അപ്പോഴേക്കും സത്യയോട് പപ്പി പറഞ്ഞു, ശരി ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആ കാറിന്റെ ഡിക്കിയിൽ കയറിയിരുന്നു. ഉടനെ തന്നെ സുസ്മിത വിളിച്ചിട്ടൊന്നും മധുശ്രീയെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ആകെ സംശയത്തോടെ ഇത്ര വേഗം ഇവളെ കിട്ടാതായത് എന്താ കാര്യം എന്ന് സംശയപ്പെട്ട് സുസ്മിത കാറിലേക്ക് കയറി. സുസ്മിത കാറിൽ കയറിയെന്ന് അറിഞ്ഞ നിമിഷം അപ്പുറത്ത് മാറി നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഡ്രൈവറും വേഗം വന്ന് കാറിലേക്ക് കയറുന്നു. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ സുസ്മിത കാറിൽ കയറിയിരിക്കുന്ന കുട്ടികള് കാണാതെ അങ്ങനെ മധുശ്രീയുടെ വീട് ലക്ഷ്യം വെച്ച് കാറ് മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് കൃത്യമായി തന്നെ അവിടെ തൻ്റെ എന്നുമുള്ള ആ ദുശീലം മധുശ്രീയെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ ഗാർഡനിലിരുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡഡ് സാധനങ്ങൾ പതുക്കെ എടുത്ത് ആ ടേബിളിൽ നിരത്തി വെച്ച് അതിൽ ഓരോ കുപ്പിയിൽ നിന്നും തനിക്ക് ആവശ്യത്തിനുള്ള അത്രയും ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് വളരെ ആസ്വദിച്ച് തൻ്റെ ആ ദുശീലം വളരെ സന്തോഷത്തോടെ അതിനെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ മധുശ്രീ അത് കുടിച്ച് ആസ്വദിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സുസ്മിത മധുശ്രീയോട് വിഷ്ണുവുമായിട്ടുള്ള വിവാഹകാര്യം സംസാരിക്കുവാനായി ആ വീട്ടുവളപ്പിലേക്ക് വന്നെത്തുന്നു.